സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ എലിപ്പനി പേടിയിൽ കേരളം. പ്രതിദിന എലിപ്പനി രോഗികളുടെ എണ്ണത്തോടൊപ്പം പല ജില്ലകളിലും പനി രോഗികളും കൂടുന്നു. പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇതിനിടെ പനി രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. പനി രോഗികളുടെ എണ്ണം പ്രതിദിനം 10,000-ന് മുകളിലാണ്. പകർച്ചവ്യാധിക്ക് പിന്നാലെ എലിപ്പനി പകരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പല വീടുകളിലും വെള്ളം കയറിയും എലിപ്പനി രോഗവ്യാപനം മധ്യവടക്കൻ കേരളത്തിലെ ജില്ലകളിൽ കൂടുതലാണ്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 7 പേർക്കാണ് എലിപ്പനി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എലിപ്പനി രോഗലക്ഷണങ്ങളോടെ എറണാകുളത്ത് ഒരു മരണവും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഈ മാസം 34 പേർക്ക് എലിപ്പനി രോഗം സ്ഥിരീകരിച്ചതിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1428 പേർക്ക് ഈ വർഷം മാത്രം രോഗം സ്ഥിരീകരിച്ചു. 65 പേർക്കാണ് എലിപ്പനി മൂലം ജീവൻ നഷ്ടമായത്. എലിയിൽ നിന്ന് രോഗം പകരുന്നതും മഴ തുടരുന്നതും രോഗവ്യാപനം ഇനിയും വർദ്ധിക്കാൻ വഴിവെച്ചേക്കും. രോഗവ്യാപനം രൂക്ഷമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം പരിസര ശുചീകരണവും ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വെള്ളത്തിലിറങ്ങുന്നവരും മറ്റ് ജോലിയെടുക്കുന്നവരും ഉൾപ്പെടെയുള്ളവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. പനി ലക്ഷണങ്ങളോട് എത്തുന്ന പലർക്കും എലിപ്പനി സ്ഥിരീകരിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് രോഗികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുന്നത്. എലിപ്പനിക്ക് പിന്നാലെ മലേറിയ, ടൈഫോയിഡ് രോഗികളുടെ എണ്ണവും ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.